ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അമ്മയും കൊണ്ട് പോയി പാലക്കാട്. അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് കൽപ്പാത്തി ഗ്രാമത്തിലെ പൊന്നുമാമിയുടെ അച്ചാർ വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കൽപ്പാത്തി ഗ്രാമത്തിലേക്ക് ഒന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രദറിനോട്. അപ്പം ഞങ്ങളങ്ങനെ കൽപ്പാത്തി ഗ്രാമത്തിൽ അമ്മയുടെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ കൽപ്പാത്തി ഗ്രാമത്തിൽ പൊന്നുമാമിയുടെ വീട് അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ. കാരണം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം അഗ്രഹാരത്തിലായതുകൊണ്ടും അമ്മയെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് ഒരു അഗ്രഹാരത്തിലെ വീട്ടിലായതുകൊണ്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അഗ്രഹാരത്തിനോട് ഭയങ്കരമായിട്ടൊരു നൊസ്റ്റാൾജിക് വേവ്സാണ് ഞങ്ങൾക്കത് ആലോചിക്കുമ്പോൾ വരാറ്. അപ്പോൾ ഞങ്ങൾ കൽപ്പാത്തി ഗ്രാമത്തിൽ കൂടെ പോകുമ്പോൾ പലതരം കൊണ്ടാട്ട കടകൾ, കാപ്പി വിൽക്കുന്ന കടകൾ എല്ലാം കവർ ചെയ്തിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ വഴിയിൽ കണ്ട ഒരു സ്വാമിയോട് എവിടെയാണ് പൊന്നുമാമിയുടെ കട എന്ന്, കടയല്ല വീട്ടിൽ തന്നെ അവർ ഹോം മെയ്ഡ് ഉണ്ടാക്കുകയാണ്, അപ്പോൾ എവിടെയാണെന്ന് അന്വേഷിച്ചപ്പോൾ അവർ വൃത്തിയായിട്ട് കട പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ഒരു പീഡിയാട്രീഷ്യൻ ഉണ്ട്, അതിൻ്റെ മുന്നിലാണ് കട എന്ന് പിന്നെ അവർ പറയുന്നുണ്ടായിരുന്നു. ഒരു സ്വാമി പറഞ്ഞു തന്നു ഞങ്ങൾക്ക്. അപ്പോൾ ആ സ്വാമികാരൻ തന്നെ ഞങ്ങൾ അത് അന്വേഷിച്ചിട്ട് കൽപ്പാത്തി ഗ്രാമത്തിൽ കൂടെ നൊസ്റ്റാൾജിക് മൂഡിൽ തന്നെ ആയിരുന്നു ഞങ്ങളുടെ യാത്ര. അങ്ങനെ ഞങ്ങൾ പൊന്നുമാമി അച്ചാർ വെക്കുന്ന സ്ഥലത്തെത്തി. ഞാൻ, അമ്മ, ദക്ഷിണ, സിനി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് പൊന്നുമാമിയെ കണ്ട ഉടനെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അമ്മ കുറേ മാമിയായിട്ട് കുശലാന്വേഷണം നടത്തി. മാമി പറഞ്ഞു മാമിയുടെ മകൻ തിരുവനന്തപുരത്താണ്, പിന്നെ അച്ചാറിന് വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നതിനെക്കുറിച്ചും എല്ലാം പാചകത്തിനെക്കുറിച്ചും ഒക്കെ അമ്മ മാമിയോട് വിശദമായിട്ട് കുശലാന്വേഷണം നടത്തി. ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ അമ്മ എന്താ പറയുക, അത് ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ, കൊണ്ടാട്ടങ്ങൾ, അച്ചാറുകൾ, പിന്നെ വേപ്പിലക്കട്ടി, ഇതെല്ലാം തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആവശ്യം പോലെ അവിടെ സമയം ചെലവഴിച്ചു. ആ വീടും അതിൻ്റെ അറ്റ്മോസ്ഫിയറും ആ കറിക്കൂട്ടുകളും അച്ചാറുകളും കൊണ്ടാട്ടങ്ങളും ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു കാരണം ടേസ്റ്റി ഫുഡാണ് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നും, കാരണം അതിൻ്റെ അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ. അപ്പം നിങ്ങളെല്ലാവരും പാലക്കാട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും കൽപ്പാത്തിയിൽ പോയി മാമിയുടെ എല്ലാ സ്വാദിഷ്ടമായ വിഭവങ്ങൾ വാങ്ങി ആസ്വദിക്കണം. ഇത് കടുകുമാങ്ങ ഞാൻ ഇതിൽ ഭരണിയിൽ തന്നെ കൊട്ടിവെച്ചു, കാരണം കടുകുമാങ്ങയുടെ ഭംഗി ആ ഭരണിയിലാണല്ലോ. പിന്നെ അച്ചാർ, നാരങ്ങ അച്ചാറുണ്ടായിരുന്നു, പിന്നെ നാരങ്ങ അച്ചാറുണ്ടായിരുന്നു, വേപ്പിലക്കട്ടി ഉണ്ടായിരുന്നു, കൊണ്ടാട്ടങ്ങൾ